ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഇവിടെ പതിവിന് വിപരീതമായിട്ട് ഞാനിന്ന് നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത്. നമ്മളെന്നും നിങ്ങളുടെ വ്യക്തിയുടെ എനർജി കാര്യങ്ങളൊക്കെയാണല്ലോ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് നിങ്ങളുടെ എനർജി നോക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഡിസ്റ്റർബിങ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാം നശിച്ചു പോയ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. എല്ലാം നശിച്ചുപോയ ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും എല്ലാം, സാമ്പത്തികമായിട്ടും ബാക്കി ഇമോഷണലായിട്ടും സർവ്വതും നശിച്ചുപോയ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. സർവ്വതും നശിച്ചുപോയി. കാരണം ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ തേർഡ് പാർട്ടിയാണ് 2 ഓഫ് പെൻറ്റക്കിൾസ് വരുന്നത്. ഇവിടെ ഡിസിഷൻ മേക്ക് ചെയ്യാനും ബാലൻസ് ചെയ്യാനും കഴിയാതെ വന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് മാറി എന്നാണ്. അതായത് ഇവിടെ അത് നശിക്കാൻ കാരണം നിങ്ങൾ വിട്ടുപോയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ചൊല്ലി വാഗ്വാദങ്ങൾ ഉണ്ടാകും. എന്തായാലും ശരി, അതൊരു നല്ല ലക്ഷണം അല്ല. അതുകൊണ്ട് തന്നെ ആ തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ഇവിടെ എന്താണ് 5 ഓഫ് കപ്സ് ആണ്. എല്ലാം ഉപേക്ഷിച്ച് പോയിരിക്കുന്നു നിങ്ങൾ എന്നാണ്. നിങ്ങളിൽ നിന്ന് പോയി എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ നിങ്ങൾ എല്ലാം വിട്ട് ഉപേക്ഷിച്ച് പോയിരിക്കുന്നു എന്നാണ്. നമ്മൾ നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത് കേട്ടോ ഇന്ന്. കാരണം എനിക്ക് അങ്ങനെ എടുക്കാൻ തോന്നി. ഇന്ന് 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കൺസേൺഡ് ആൻഡ് അൺകൺസേൺഡ് ലവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിരുന്നു ഇതിനു വേണ്ടിയിട്ട്. കാരണം ഇതൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അവളുടെ മെഡിറ്റേഷൻ ചെയ്യുകയും മാനിഫെസ്റ്റേഷൻ ചെയ്യുകയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ നല്ല ഊർജ്ജസ്വലമായി തന്നെ ഈ ഒരു ബന്ധം നിലനിർത്താൻ ചെയ്തിരുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് ഫലം നൽകിയില്ല. കാരണം ഇവിടെ നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പാടുപെടുന്ന വ്യക്തിയാണ് കാണുന്നത്. അതിൽ നിന്ന് അയാൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. ക്യൂൺ ഓഫ് സോർഡ്സ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് റിസർവ്ഡ് ലവ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്നു എന്നാണ്. ഇവിടെ സെൽഫ് ലവിൻ്റെ പ്രാധാന്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ റിസർവ്ഡ് ആയിരിക്കുന്നു, ഇപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക്, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക്, നിങ്ങളുടെ കരിയറിലേക്ക്, ഫിനാൻസിലേക്ക്, അങ്ങനെ ഒരു വളരെ ഒരു ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിയായിരിക്കുന്നു എന്നാണ് കാണുന്നത്. വളരെ ഗുഡ്. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേതായാലും കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. 6 ഓഫ് കപ്സ് വന്നിരിക്കുന്നു. റെസ്പോൺസിബിൾ ആൻഡ് അഡോറബിൾ ലവ്. അപ്പോൾ ഇത് 6 ഓഫ് കപ്സ് എവിടെയോ നിങ്ങൾക്ക് ഒരു ജീവിതം വേറെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അതൊരു സോൾമേറ്റ് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരു ബന്ധം കടന്നു വരാൻ പോകുന്നു. അതായത് ഒരു സോൾമേറ്റ് കടന്നു വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം നമുക്കിവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയപ്പോൾ തന്നെ അത് തകർന്നു എന്ന് കണ്ടു. അത് തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എന്താണ് പറയുക, അതിന് ഒരു ഇതുണ്ടല്ലോ, ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുമെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ പറയും. അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടെങ്കിൽ പിന്നീട് അത് കൊണ്ട് നടന്ന് നമ്മൾ ആ ബേർഡൻ, കാരണം എത്രയൊക്കെ ആയാലും നമ്മുടെ മനസ്സിലത് കിടക്കും. ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ക്ഷമിക്കാൻ കഴിയുന്നവർ ക്ഷമിക്കും. അത് നല്ല കാര്യം തന്നെ. ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല. അല്ലാത്ത ചില ആളുകളുണ്ട്, അതിന് കഴിയില്ല എന്ന് നമുക്ക് തോന്നുന്ന ചില ആളുകളുണ്ട്. അവരോട് നമുക്കൊന്നും പറയാനില്ല. കാരണം ഓരോരുത്തരുടെ മൈൻഡാണ് അതിനെ ആസ്പദമാക്കി നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും വേറെ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത് ഇവിടെ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. അതൊരു ന്യൂ ബിഗിനിങ് ആയിരിക്കും. അപ്പം നിങ്ങൾ പണ്ടേ പരിചയമുള്ളൊരു വ്യക്തി എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ പഠിച്ച ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തായിരിക്കാം, അല്ലെ അതേമാതിരിയുള്ള അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ സോൾമേറ്റ്. അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണിക്കുന്നത്. നന്നായിരിക്കട്ടെ. അത് 4 ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത്. മാരേജ് ആണ് കാണിക്കുന്നത്. അത് മാരേജ് ആയിട്ട്, അതായത് വിവാഹബന്ധം നടക്കാൻ പോകുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ദ വേൾഡ് വന്നിട്ടുണ്ട്. ഡ്രീം കം ട്രൂ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, നമുക്കൊക്കെ ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാവും നമ്മളുടെ ജീവിതത്തെക്കുറിച്ച്, അല്ലേ? ആ ഒരു സങ്കല്പത്തിൽ ഉള്ള ഒരു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നാണ്
കിങ് ഓഫ് പെൻറ്റക്കിൾസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് റിലയബിൾ ലവ് എന്ന് പറയുന്നുണ്ട്. വളരെ നാലാളറിഞ്ഞ് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഈ വിവാഹം നടക്കാൻ പോകുന്നത് എന്നും കാണിക്കുന്നുണ്ട്. വെരി ഗുഡ്. 9 ഓഫ് പെൻറ്റക്കിൾസ് മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ത്രൈവിങ് ലവ് എന്നാണ്. അപ്പം എല്ലാ ആർഭാടങ്ങളോടും എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയും നിങ്ങൾക്ക് ജീവിക്കാൻ ഉള്ള യോഗം വന്ന് ചേരും എന്നാണ് കാണിക്കുന്നത്. അടുത്ത കാർഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ വളരെ ജനറസ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഒരു ലവ്, അതായത് പിന്നെ ഈക്വലി ഗിവ് ആൻഡ് ടേക്കോട് കൂടിയ ആ ഒരു ബന്ധം നിങ്ങളെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഡിവൈൻ തരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം നമുക്ക് ഈ കാർഡ്സ് കണ്ടതിൽ ഏതോ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഒരു ബന്ധം തകർന്നു പോയി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിനെ തകർന്ന് തരിപ്പണമായി എന്ന് പറയില്ലേ നമ്മൾ, അതാണ് ഉണ്ടായത്. അത് ഉണ്ടാകാൻ കാരണം ഈ തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടി ശക്തമായിരുന്നു. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയൊക്കെ ഈ ശക്തമാകുക എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എല്ലാവരും മനുഷ്യർ തന്നെയാണ്. എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്തൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ട ഇമോഷൻസും ഫീലിങ്സ് കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനുമുപരിയായി ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ബന്ധം ഇത് കൊണ്ടുപോകുക എന്നുള്ളിടത്തേക്കാണ്. എങ്ങോട്ട് കൊണ്ടുപോകുക? അവരുടെ ലൈഫിൽ നിന്ന് അത് പറിച്ചെറിയാതെ അവർ കൊണ്ടു നടക്കുക. അതിന് എന്തൊക്കെയാണോ ഈ വ്യക്തിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതൊക്കെ ചെയ്യാനറിയാം. അതൊക്കെ ചെയ്ത് എന്തെങ്കിലും ഒരു നല്ല ഈ നാടൻ ഭാഷകളൊക്കെ പറയാനുണ്ട്, അതൊന്നും എനിക്കിവിടെ പറയാൻ വയ്യ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തികളെയാണ് ഈ തേർഡ് പാർട്ടിയിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്കെപ്പോഴും അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ വളരെയധികം ഇൻട്രോസ്പെക്ഷൻ ആൻഡ് സെൽഫ് ലവ് ചെയ്തിരിക്കുന്നതായിട്ട് ഇതാ കാർഡ് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത്രയും എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി എടുത്ത് നോക്കുകയാണ് എന്താണ് ഇതിങ്ങനെ ഇടയിൽ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത്. അപ്പം നിങ്ങളിത് വളരെയധികം പവർഫുള്ളായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്. വെരി ഗുഡ്. എനിക്ക് എങ്ങനെയുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ. നിങ്ങളിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത് ഏസ് ഓഫ് വാൻസ്, സ്പോണ്ടേനിയസ് ആൻഡ് ഇൻറ്റൻസ് ലവ് ആണ്. നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ചിലർ വിചാരിക്കുകയോ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എനിക്കൊന്നുമില്ല ഈ ജീവിതത്തിൽ കിട്ടാൻ, കാരണം എനിക്കുണ്ടായിരുന്ന സർവ്വതും നഷ്ടപ്പെട്ടു പോയി, കാരണം ഞാൻ എൻ്റെ അഭിമാനം പോയി, എൻ്റെ ധനം പോയി, എൻ്റെ ജീവിതത്തിലെ സർവ്വതും പോയി, എന്നിട്ട് പിന്നെ ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. മെൻ്റലി ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എന്താവുന്നത്, ഞാൻ സെൽഫ് ലവ് ചെയ്യുന്നതും ഞാൻ ഈശ്വരനെ വിളിക്കുന്നതും. ചിലർ ഭയങ്കരമായിട്ട് ഭഗവാനെ വിളിക്കുന്നുണ്ട്. വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മളത് പറയുന്നത്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും ആഗ്രഹിച്ചിരുന്നത് നിങ്ങളുടെ ലൈഫിലെ ആ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നത് അത് വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കണമെന്നും സെക്യൂർഡ് ആയിരിക്കണം എന്നും ആണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ ബന്ധത്തിൽ അത് കിട്ടിയില്ല. അത് മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ബന്ധമാണെങ്കിലും അത് നിങ്ങൾക്ക് എങ്ങനെയാണോ റെസൊനേറ്റ് ആവുന്നത് അതുപോലെ എടുത്തോളൂ കേട്ടോ. പിന്നെ ഹൈ പ്രീസ്റ്റസ് ഉണ്ട്, സെഡക്റ്റീവ് ആൻഡ് പാഷനേറ്റ് ലവ്. അപ്പോൾ ഇത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഒരു പിന്നെ വൈബാണ് വരുന്നത്. ഒരു ഭയങ്കര സെഡക്റ്റീവാണ്, അതുപോലെ തന്നെ പാഷനേറ്റ് ആയിരുന്നു. മതിഭ്രമം കൊണ്ട് അല്ലെങ്കിൽ മതാലസയായിട്ട് അല്ലെങ്കിൽ മതാലസനായിട്ട്, അതെങ്ങനെയാണോ ഹി ഓർ ഷീ നിങ്ങൾക്കെടുക്കാം, അതേമാതിരി മയക്കി വളച്ചു പിടിച്ചു കൊണ്ടുപോയി അതിനെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഒരുതരം മാന്ത്രിക വിദ്യയിലൂടെ കൊണ്ടുപോയി എന്നാണ്. മാന്ത്രിക വിദ്യ എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലാക്ക് മാജിക് എനർജിയാണ്. അതിലേ കൂടെ കൊണ്ടുപോയി എന്നാണ്. അങ്ങനെയാണ് ഈ ബന്ധം അവിടെ ഇത്രയും സുദൃഢമായിരിക്കുന്നത് എന്നാണ് നമുക്ക് കാർഡ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരാനിരിക്കുന്ന അബണ്ടൻസ് കാര്യങ്ങളൊക്കെ വേറെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഭഗവാൻ കൊണ്ട് തരുന്നത് തന്നെയാണ്, അത് നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റുമാണ്. എന്നാൽ ഇതിനിടയിലുണ്ടായ ട്രോമ എന്ന് പറയുന്നത് അതാണ് എന്നാണ് കാണിക്കുന്നത്. എംപ്രസ് വന്നിട്ടുണ്ട്. നിങ്ങൾ എംപ്രസിനെ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളൊരു എംപ്രസിനെ പോലെയാണ്, പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാകാൻ കഴിഞ്ഞില്ല എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്ത് സ്നേഹം കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾ ഒരുപാട് നർച്ചർ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയെ. കാരണം ഈ നർച്ചർ ചെയ്യാൻ കാരണം എന്താണ്? നമ്മളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണല്ലേ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങൾ എന്തെല്ലാം ചെയ്ത് കൊടുത്താലും നിങ്ങളുടെ കയ്യിലായിരുന്നു എന്നുള്ളതാണ്.
നിങ്ങൾ ആണ് സർവ്വത നോക്കിയിരുന്നത്. ഈ വ്യക്തി വളരെ സുഖലോലുപനായിട്ട് അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചു എന്നാണ് എനിക്കിവിടെ കാർഡ് കിട്ടുന്നത്. ചിരി വന്നു പോവുകയാണ്. കാരണം നമ്മൾ സ്ത്രീകളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുരുഷന്മാരുടെയൊക്കെ ഒരു വലിയ വീക്ക്നെസ്സാണ് നമ്മളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ. ആ പാർട്ട്ണർ നമുക്ക് തരുന്ന വാല്യൂ ആണ്. ഞാനിത് ഓർത്തിട്ട് ചിരിച്ചു പോയതാണ് കേട്ടോ, സോറി. 10 of Pentacles വന്നിട്ടുണ്ട്. സ്റ്റഡി ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഫ്ലവറിഷിങ് ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളുടെയൊക്കെ കടന്നു വരുന്നു എന്നാണ്. അപ്പം നമ്മളിവിടെ 6 of Pentacles നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് പറഞ്ഞു. Ace of Wands വരുന്നു എന്ന് പറഞ്ഞു. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ലവ് വരുന്നു. ഇത് അവസാനം ഒരു കാർഡും കൂടെ വന്നിരിക്കുകയാണ്. 10 of Pentacles. സർവ ഐശ്വര്യത്തോടു കൂടിയും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി സോൾമേറ്റ് കടന്നു വരും. ആ കടന്നു വരുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആഘോഷമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഫാമിലിയായിട്ട് ജീവിക്കാൻ കഴിയും. അവിടെ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാം പെറ്റ് ഡോഗ്സ് അല്ലെങ്കിൽ പെറ്റ് ആനിമൽസ്, ബേർഡ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സന്തുഷ്ടമായ കുടുംബം, ഇതൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ആ വിഷമത്തിൽ നിന്ന് കരകയറാൻ വേണ്ടത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. എത്രയേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് നിങ്ങൾക്ക് ശാശ്വതമല്ല ബന്ധം. കാരണം അത് ഇനി ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാനിത് ഇങ്ങനെ പറയാറില്ല, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തോളൂ, ഞാൻ അഭിപ്രായം പറയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഈ എനർജി എനിക്കിന്ന് ഞാനെടുത്ത ഒരു പേഴ്സണൽ റീഡിങ്ങിൻ്റെ ബാക്കി പത്രമായിട്ടാണ് എനിക്കിന്ന് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായിക്കാണുമല്ലോ. ഞാൻ ഇന്നൊരു പേഴ്സണൽ റീഡിങ് കൊടുത്തതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ആ ഗാഡ്സിൻ്റെ എനർജി ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്. അത് എന്നിൽ തന്നെ അത് വൈബായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയാണ് ഞാനിപ്പോൾ ആ കാർഡ്സിൻ്റെ ആ എനർജി ഇപ്പോഴും എൻ്റെ ഈ ഞാൻ ഈ കാർഡ് എടുക്കുന്ന ഈ സ്ഥലത്ത് അത് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. അപ്പോൾ ഇതുമാതിരിയുള്ള ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി എന്ന്. അതുപോലെ തന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നത് നമ്മളുടെ കാർമിക് പാർട്ട്ണർ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. നമ്മളെ കുറേ ലെസൺസ് പഠിപ്പിക്കും. അതെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ ഡിവൈൻ ടൈം വരുമ്പോൾ ഇതെല്ലാം മാറിക്കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ജീവിതം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. വളരെ നല്ല ഒരു ജീവിതം വേണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുമില്ല. എന്തൊക്കെ നേട്ടങ്ങൾ നിങ്ങൾ നേടിയാലും ഈ ജീവിതത്തിൽ നേടിയാലും നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. ഇനി അങ്ങനെയുള്ളവരൊക്കെ വല്ല സന്യാസിനിമാരോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവാം. പക്ഷേ ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും എനിക്കിന്നത്തെ എനർജി ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാനിത് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു യൂണിവേഴ്സ്.